എന്തുമാത്രം സന്തോഷത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കുടുംബമാണ് ഇത് യഥാർത്ഥത്തിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു. കുടുംബസമേതം അവർക്ക് സന്തോഷകരമായ ഒരു 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 എക്സ്കേഷൻ വന്നതാണ് അവർ. ആ കുടുംബത്തോടൊപ്പം അവർ ആടി തിമിർത്തു. വളരെ സന്തോഷത്തിലാണ് ആ കുടുംബമുള്ളത്. 5-8 ആളുകൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും അവർ കുടുംബത്തോടൊപ്പം ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ വേണ്ടിയാണ് അവർ വന്നത്. പക്ഷേ തങ്ങൾ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് അവർക്കൊണ്ടും അറിയാൻ കഴിയുന്നു. അള്ളാഹു എന്താണ് ഒരു മനുഷ്യന് വെച്ചിട്ടുള്ള അവസ്ഥ എന്ന് ആർക്കാണ് അറിയാൻ കഴിയുക. പക്ഷേ ഒരു കാര്യം പറയുന്നുണ്ട് പണ്ഡിതന്മാർ. മഹാനായ അബുൽ ബാസ് എന്ന പണ്ഡിതൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പെശവ് കൊണ്ട് നിങ്ങൾക്ക് ഒരു അപകടം വന്നുകൂടാ. അങ്ങനെ വന്നാൽ ആത്മഹത്യയുടെ ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് നിങ്ങൾ പോകരുത്, അത് അപകടം നിറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ അപ്പോൾ അവർക്ക് സ്വീകരിക്കാൻ തോന്നിയില്ല. സാധാരണ മനുഷ്യൻ്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് നിങ്ങൾ കണ്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു കുടുംബം അഥവാ 8-9 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലെ ആ മൊത്തം ആളുകൾ ഈ സംഭവം നടക്കുന്നത് ഇന്നലെയാണ് എന്ന് പറഞ്ഞാൽ ബോംബെയിലെ ഒരു 80 കിലോമീറ്റർ അകലത്തിലുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത്. യഥാർത്ഥ അവധിക്കാലം ആഘോഷിക്കാനാണ് ഇവർ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും അന്നത്തെ ഭക്ഷണത്തിനൊക്കെ ആവശ്യമായ സാധനങ്ങൾ മറ്റെല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടെയാണ് ഇവർ ഈ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി ഈ വെള്ളച്ചാട്ടത്തിന് അഥവാ ഈ ബീച്ചിൽ എത്തുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഈ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്, അല്ലാതെ പ്രത്യേക രീതിയിൽ പോയതൊന്നുമല്ല. പക്ഷേ അവിടേക്ക് അത് അപകട ഏരിയയാണെന്നും ആ സ്ഥലത്തേക്ക് ഇറങ്ങരുത് എന്നൊക്കെ നിർദ്ദേശമുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ല, ഇതൊന്നും അധികൃതർ അവിടെ ഇങ്ങനെ രംഗത്തുണ്ടാവില്ല. പക്ഷേ അത് ഒരിക്കലും അവരെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് സാഹസികമായിട്ട്, അങ്ങനെയാണല്ലോ എല്ലാവരും. സ്വാഭാവികമായിട്ട് ഏത് രംഗം നമ്മൾ കാണണമെങ്കിലും നമ്മൾക്ക് സാഹസികമായിട്ടുള്ള ഒരു ബുദ്ധി വരാറുണ്ട് എപ്പോഴും. അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് തുടരുത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് നോക്കിയാൽ എന്താണ്, അഥവാ ട്രെസ്പാസേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. വിലക്കുള്ളിടത്തേക്ക് പോവുക എന്ന ഒരു മനസ്സാണ് എപ്പോഴും മനുഷ്യ മനസ്സുകളിലുള്ളത്. അത് അവൻ്റെ മനസ്സിൻ്റെ ഭൗതിക ജീവിതത്തിന് ബാധിക്കുന്നതായാലും പാരത്രിക ജീവിതത്തിൻ്റെ ദോഷത്തിന് ബാധിക്കുന്നതാണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അത്രേ അതിനെക്കുറിച്ചൊക്കെ അറിയുന്നുള്ളൂ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവനറിയില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് എന്ന് പറയുന്ന വ്യക്തിത്വം ഒരു വെളിച്ചത്തിലേക്ക് അഥവാ ഒരു തീ കത്തിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് പാറ്റകളും ഒക്കെ അങ്ങനെ ഓടിയെത്തുന്നത് നമ്മൾ കാണാറുണ്ട് സാധാരണ. ആ പാറ്റകൾ അതിൽ വീണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുവാൻ വേണ്ടിയാണ് അവ വരുന്നത്. പക്ഷേ തൻ്റെ 2 കൈയും ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അള്ളാഹു ആ റസൂലുള്ളാഹിനെ ഉപമിച്ചത്. തൻ്റെ 2 കൈകളും ഉപയോഗിച്ച് ആ വിളക്കിൻ്റെ ആ പ്രകാശത്തിൽ കത്തിയെരിഞ്ഞ് ഒടുങ്ങാൻ വേണ്ടി ഓടി വരുന്ന കാര്യങ്ങൾ അറിയാതെ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പാറ്റകൾ എന്താണ് അറിയുക? സത്യത്തിൽ ഒരു കാര്യവും അവരറിയില്ല. അപ്പോൾ കാര്യങ്ങൾ അറിയാതെ ആ വിളക്ക് തിരിയിൽ കത്തി ഒടുങ്ങാൻ വേണ്ടി വരുന്ന ആ ജീവികളെ തടഞ്ഞു ആട്ടി ഓടിക്കുന്നത് പോലെ ഈ നരകാഗ്നി കണ്ടിട്ട് ഓടി വരികയാണ്. നരകത്തിൻ്റെ ആ അഗ്നി കണ്ടിട്ട് ആ അഗ്നിയിലേക്ക് ഓടി വരികയാണ് മനുഷ്യൻ എന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉപമിച്ചിട്ടുള്ളത്. എന്നിട്ട് അത് തടയാൻ നിൽക്കുന്ന അഷ്റഫായ നബി, അതാണ് അടിസ്ഥാനമായിട്ട് ഉപമ. ഭയങ്കര ഉപമയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഭൗതിക ജീവിതത്തിലായാലും പാരത്രിക ജീവിതത്തിലായാലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആപത്തുകളൊന്നും അവന് അറിയാൻ കഴിയില്ല. അവൻ ഏതു സമയത്താണ് അവനെ ഇവിടുന്ന് എല്ലാ സുഖസൗകര്യങ്ങളും ഇല്ലാതായി പോകുന്നത്. അവൻ എത്ര പുരോഗതിയാണ് നമ്മൾ പ്രാപിച്ചിട്ടുള്ളതെങ്കിലും ചന്ദ്രനിൽ പോയിട്ട് താമസിക്കാൻ നമ്മൾ ഇടം തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സ്വാഭാവികമായിട്ടും അന്യഗ്രഹങ്ങൾ ഇപ്പം നമ്മൾ കാണാറുണ്ട്. സമ്പന്നന്മാരായ അതിസമ്പന്നന്മാർ ഈ ഭൂമിയിൽ ഒന്നുമല്ല ഇപ്പോൾ കല്യാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കല്യാണങ്ങൾ പോലും വലിയ സംഖ്യ ചെലവഴിച്ചിട്ട് അവർ വിമാനങ്ങളിൽ നടത്തുന്നു എന്നാണ് വാർത്ത. അപ്പോൾ ഇനിയൊക്കെ അടുത്ത കാലത്ത് തങ്ങളുടെ കുടുംബങ്ങളിലെ മക്കളുടെ ഒക്കെ വിവാഹം ഏതെങ്കിലും അടുത്തുള്ള ഗ്രഹങ്ങളിൽ പോയിട്ട് നടത്തിയാലോ എന്ന് ചിന്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ സമ്പന്നന്മാർ ധാരാളം പണമുണ്ട്. അപ്പോൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ഗ്രഹങ്ങളിലെത്തി തങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനും അതോടൊപ്പം തന്നെ തങ്ങളുടെ കല്യാണം ആഘോഷിക്കാനും ഒക്കെ അവർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് തന്നെ കടലിനടിയിലേക്ക് പോയ ഒരു പിതാവിൻ്റെയും ഒരു പാകിസ്ഥാൻകാരനായ പിതാവിൻ്റെയും ഒരു കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ പിതാവും മകനും അതിൽ ഒടുങ്ങിത്തീർന്നു. സാഹസികമായിരുന്നു അത്.
സത്യത്തിൽ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കില്ല. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ബോധ്യമുള്ള രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഒന്നാമത്തത് സാഹസികത എന്നത് നമ്മളോട് പറയുന്ന ഒരു കാര്യമല്ല. സാഹസികത വളരെ വിരളമായിട്ട് വിജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ പർവ്വതാരോഹകാർ അതുപോലെ തന്നെ വലിയ സംഭവങ്ങളാണ് സാഹസികത എന്ന് പറയുന്നത്. അള്ളാഹു ഒരിക്കലും മനുഷ്യനോട് സാഹസികത പറഞ്ഞിട്ടില്ല. മനുഷ്യനോട് അവൻ്റെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ആരാധനയുടെ കാര്യത്തിൽ പോലും അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. ഓരോ ശരീരത്തിനും ആവുന്നത്ര ഉള്ള അളവിലല്ലാതെ അവൻ ആരാധന ചെയ്യേണ്ടതില്ല. അതുകൊണ്ട് തന്നെ രോഗിക്ക് എന്ത് ചെയ്യണം, അതോടൊപ്പം തന്നെ മറ്റു വെള്ളം കിട്ടിയില്ലെങ്കിൽ വുളു എന്ത് ചെയ്യണം, അതോടൊപ്പം തന്നെ അവൻ്റെ എല്ലാ സംവിധാനങ്ങളും വിശക്കുമ്പോൾ ഒരു പന്നിയിറച്ചിയാണ് കിട്ടിയതെങ്കിൽ പോലും അവന് ആഹരിക്കാമെന്ന് പഠിപ്പിച്ചിട്ടുള്ള കാരുണ്യത്തിൻ്റെ മതമാണ് ഇസ്ലാം. പക്ഷേ അത് വയറ് നിറച്ച് തിന്നരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു പന്നിയെ കിട്ടി, അത് ചത്തിട്ടുണ്ട്. അവ രണ്ട് രീതിയിൽ അത് ദോഷമുള്ള മൃഗമാണ്. ഒന്ന് ചത്തതിനെ ഭക്ഷിച്ചുകൂടാ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അത് പറയുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ ശവം ഇന്ന അറമ അലൈക്കുമുൽ മൈത്തത്ത വദമ വലഹമൽ ഖിൻസീർ എന്ന് പറഞ്ഞാൽ പന്നിയുടെ ഇറച്ചി അതോടൊപ്പം തന്നെ ശവം, ഇത് രണ്ടും പാടെ ചേർന്നതാണ് പന്നി ചത്തത്. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവൻ നിലനിർത്താൻ, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവൻ നിലനിർത്താൻ ആ രണ്ട് ഹറാമുകളുള്ള സാധനത്തെ പോലും ഭക്ഷിക്കാം. പക്ഷെ വയറ് നിറച്ചാവരുത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അബുൽ ബാസ് പറയുന്നുണ്ട്. അബുൽ ബാസി എന്ന പണ്ഡിതൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യുമ്പോൾ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ട്രാഫിക് നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് നിങ്ങൾ അപകടത്തിൽപ്പെട്ട് മരിക്കാനിടയായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആത്മഹത്യയുടെ ശിക്ഷ അള്ളാഹു ശിക്ഷിക്കുമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കണം. അതോടൊപ്പം തന്നെ ഒരിക്കലും ഒരു സാഹസികത പ്രവർത്തിച്ചുകൂടാ. അപ്പോൾ ഇത് വെള്ളച്ചാട്ടം കാണാൻ പോയ ഈ കുടുംബങ്ങൾ സാഹസികമായിട്ടുള്ള ആ യാത്രയിൽ അവർ ആ പുഴക്ക് നടുവിൽ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് പെട്ടെന്ന് തന്നെ ഈ വെള്ളം വന്ന് വിഴുങ്ങി അവർ, എന്ത് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. നിങ്ങൾ കാണൂ ഈ രംഗം. ആ സങ്കടകരമായ അവസ്ഥ കാണിക്കുന്നത് ഭയങ്കര സങ്കടമാണ്. വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന അനുഭവമാണ് അതിൽ നിന്നുണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് എത്രമാത്രമാണ് ഭയാനകമാണ് എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം നമ്മൾ ഒരു മുസ്ലിം കുടുംബം തന്നെയാണ് അത്. ഇനി ഏത് കുടുംബമായാലും മുസ്ലിം എന്ന് ഞാൻ പറഞ്ഞത്, ഇസ്ലാം മത വിശ്വാസം കൂടുതൽ മനുഷ്യനോട് അതിസാഹസികത കാണിക്കരുതെന്നും ആത്മഹത്യയിലേക്ക് എത്തിക്കരുതെന്നും. പിന്നെ ഞാൻ അബുൽ ബാസ് പറഞ്ഞതുപോലെ ആത്മഹത്യ, നമ്മുടെ ട്രാഫിക് നിയമം തെറ്റിച്ചുകൊണ്ടവൻ ആത്മഹത്യ ചെയ്തവനെ പോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ രീതിയിലുള്ള സാഹസികത ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ ആർക്കും കഴിഞ്ഞുള്ളൂ. എന്തുകൊണ്ടെന്നാൽ പെട്ടെന്ന് തന്നെ ഈ അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച്, ചില പുഴകളൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. നമ്മുടേതായിട്ടുള്ള തിരുനാവാഴ പുഴയിൽ തന്നെ അങ്ങനെ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ കടലിൽ കുളിക്കുന്ന സമയത്ത് കാണാൻ കഴിയും. എപ്പോഴാണ് തിരമാലകൾ ശക്തിയായിട്ട് കൊണ്ടുവരുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ. കടലിലും അതുപോലെ തന്നെ പുഴയിലും ഒക്കെ ധാരാളം ചുഴികൾ ഉള്ളതായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ധാരാളം സ്ഥലത്തുണ്ട്. സൂറത്തു നൂറിൽ അത് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇത്തരത്തിലുള്ള ചുഴികൾ ഒളിഞ്ഞിരിക്കുന്നത് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ഒരു മുഴ മുമ്പേ തന്നെ അതിൽ നിന്ന് സൂക്ഷ്മത കൈക്കൊള്ളണം. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മരണം എവിടെ വെച്ചായാലും അയ്നമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. ഏത് ഇരുമ്പിൻ്റെ കോട്ടയിലായാലും ശരി, വല യുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ ആ മരണത്തിൻ്റെ മലക്കുൽ മൗത്ത് എന്ന മലക്ക് വളരെ സൂക്ഷ്മമായും കൃത്യമായും അള്ളാഹുവിൻ്റെ റിക്കാർഡ് പ്രകാരം, നിർദ്ദേശപ്രകാരം യസൂൻ അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ തുഅമറൂൻ, അള്ളാഹു കൽപ്പിച്ചതുപോലെ അത് സംഭവിക്കും. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് അള്ളാഹു ഈ കാരുണ്യം കാണിക്കാഞ്ഞത്? ഈ മലക്കുൽ മൗത്ത് എന്തേ ഇങ്ങനെ ഒന്നും ചെയ്തില്ല? കാരണം അദ്ദേഹം കാരുണ്യം കാണിച്ചു. അപ്പോൾ അള്ളാഹു ഇങ്ങനെയല്ലേ ചെയ്യുന്നത്? കാരുണ്യ ശൂന്യമായിട്ടല്ലേ അള്ളാഹു മനുഷ്യരോട് പ്രവർത്തിക്കുന്നത്? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അവൻ്റെ റസൂൽ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കാരുണ്യം മുഴുവനും വസിയത്ത് റഹ്മത്തി കുല്ല ഷൈഇൻ, എല്ലാത്തിലും അവൻ്റെ അനുഗ്രഹം ചൂഴ്ന്നു നിൽക്കുന്നു. 99 അനുഗ്രഹങ്ങളും നാളെ പരലോകത്ത് ഏറ്റവും തീക്ഷ്ണമായ നരകാഗ്നിയിൽ നിന്ന് രക്ഷകൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനാണ് അള്ളാഹു അവൻ്റെ കാരുണ്യം ഉപയോഗപ്പെടുത്തുന്നത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. 1% കാരുണ്യം മാത്രമേ ഈ ഭൂമിയിലേക്ക് അവൻ നീക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി വളരെ നിസ്സാരപ്പെട്ട ജീവിതമാണ് എന്ന് ഓരോ സെക്കൻഡിലും അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, നിങ്ങൾ ആരാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് അള്ളാഹുവിന്
നോക്കിക്കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവൻ അത് നോക്കിക്കാണുന്നതിന് വേണ്ടി പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് അല്ലദീ ഖലഖൽ മൗത, ആദ്യം പറഞ്ഞത് മരണത്തെ പടച്ചു എന്നാണ്. ആദ്യം പഠിച്ചത് ജീവനെയാണല്ലോ. നമ്മളെ ജീവിതം കഴിഞ്ഞിട്ടല്ലേ പിന്നീട് ഖബറും നരകവും സ്വർഗവും ഒക്കെ. പക്ഷേ അള്ളാഹു പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത, ആദ്യം മരണത്തെ പഠിച്ചു, എന്നിട്ട് വല്ല അയാത്ത, പിന്നെയാണ് ജീവിതത്തെ പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഈ നൈമിഷികമായ ജീവിതത്തെ അള്ളാഹു ഒരു ജീവിതമായിട്ട് പോലും മനുഷ്യർക്ക് കാണുന്നില്ല എന്നാണ്. അപ്പോൾ ആ നൈമിഷിക ലോകത്തുള്ള ജീവിതത്തിൽ നമുക്ക് ഹൈറുണ്ടാകും, ഷെറുണ്ടാകും. അള്ളാഹു ചെയ്യുന്നതിനോട് നമ്മൾ എതിർത്തിട്ട് ജാമ്യതയുടെ കൂടെ കൂടി, അല്ലെങ്കിൽ ലിയാഖത്തിൻ്റെ കൂടെ കൂടി, ആരിഫ് ഹുസൈൻ്റെ കൂടെ കൂടി ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഉപേക്ഷിക്കണമെന്നാണ് ജാമ്യത പറയുന്നത്. കാരുണ്യമില്ലാത്ത പ്രവാചകൻ, കാരുണ്യമില്ലാത്ത അള്ളാഹു കണ്ടില്ലേ ഈ ആളുകൾ മുഴുവനും കൂട്ടക്കൊല ചെയ്യുന്നു. മനുഷ്യന്റെ തന്നെ പ്രവർത്തനത്തിന്റെ പോരായ്മ അവൻ അനുഭവിച്ചേ തീരൂ എന്ന്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് എല്ലാ മതങ്ങളും അഥവാ ഹൈന്ദവരും പഠിപ്പിച്ചിട്ടുള്ളതാ. അള്ളാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് അള്ളാഹു ചില വിപത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാം സൂക്ഷിച്ച് നമ്മളോട് പ്രവർത്തിക്കേണ്ട, അഥവാ താൻ പാതി ദൈവം പാതി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. അപ്പം അതുകൊണ്ട് അള്ളാഹു ഇനിയിപ്പം നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് ആ മരിച്ചു പോയിട്ടുള്ളവർക്ക് അള്ളാഹു മാഫിറത്തും സ്വർഗവും നൽകി അവരെ സഹായിക്കട്ടെ. ജീവിക്കുന്ന നമ്മൾ എപ്പോഴും പരമാവധി ഇത്തരത്തിലുള്ള സാഹസികത, അതുപോലെ തന്നെ അപകടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ കഴിവിൻ്റെ ഉപരിയായിട്ടുള്ള ഈ കാര്യങ്ങളിൽ നമ്മുടെ പങ്കാളിത്തം അതിനുണ്ടാവാതിരിക്കണം. അതിനാണ് ബുദ്ധിപൂർവ്വം നമ്മളോട് കാര്യങ്ങളെയൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി അള്ളാഹു അവൻ്റെ ദൂതനും പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും മറ്റു പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു ഈ മനുഷ്യരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിറ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.